ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസി ടെക്സോളജി. അപ്പോൾ ഇനി നമ്മൾ മെയ്ഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ RC കാറാണ്. ഇപ്പോൾ 4 ഗിയർ DC മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു RC കാറാണ് നമ്മളിന്ന് മെയ്ഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിന് മുമ്പ് നമ്മളൊരു കാർ ഉണ്ടാക്കി വിട്ടിരുന്നു കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അത് 4 ഗിയർ DC മോട്ടോർ മാത്രമായിരുന്നു ആ കാറിന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 4 ഗിയർ DC മോട്ടറിൻ്റെ ഒരു RC കാറാണ് മെയ്ഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാനാണ്. വീഡിയോ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ വെച്ചാൽ നമ്മൾ മുമ്പിട്ടൊരു വീഡിയോൻ്റെ ആണ്. ഒരു സിമ്പിൾ DC മോട്ടർ കാറാണ്. അപ്പോൾ 4 ഗിയർ DC മോട്ടറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാറാണ് നമ്മൾ ഇതിന് മുമ്പിട്ടിരുന്ന ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടു അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 4 മോട്ടർ, അത് 4 എണ്ണം ഇവിടെ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് മേൽ ഒട്ടിച്ചെടുത്തു. ഇത് മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വരുന്ന എല്ലാത്തിനും നെഗറ്റീവ് ആയ ഒരു സ്ഥലത്തും എല്ലാത്തിനും വരുന്ന പോസിറ്റീവ് ആയ ഒരു സ്ഥലത്തും വെച്ച്, പിന്നെ വേറെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. അത് കാണുകയും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലേക്കൊന്ന് പോയി കണ്ടുവരിക. അപ്പം നമ്മൾ ഇതൊരു RC ആക്കാൻ പോവുകയാണ്. നെറ്റ് DC മോട്ടറിനോട് സാധാരണ ഇങ്ങനെ ഫ്രണ്ടിട്ട് സ്വിച്ച് ഇട്ടാൽ ഫ്രണ്ടിൽ പോകും, ബാക്കിലോട്ട് സ്വിച്ച് ഇട്ടാൽ ബാക്കിലോട്ട് പോകും. അപ്പോൾ ഇത് നമ്മൾ കയ്യിലേക്കൊരു റിമോട്ട് കാറില്ലേ അതുമാതിരി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ പണ്ടത്തെ വീടുകളിലൊക്കെ കാണാം ഇതുപോലത്തെ സ്വിച്ച് ബോർഡ്. നമ്മൾ ഇതെടുത്ത് വേണമെങ്കിൽ പുതിയത് എടുക്കാം. പഴയതുണ്ടാണ്, പിന്നെ പഴയതാണ് എന്നൊരു കംഫേർട്ട് കണ്ടില്ലേ. ഇവിടെ ഇതിങ്ങനെ ഊരിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോണത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ ഈ സ്വിച്ച് നോക്കി ഈ 2 ഹോൾസ് കാണാം. ഒന്ന് പോസിറ്റീവിനും ഒന്ന് നെഗറ്റീവിനും വയ്ക്കും. നമ്മൾ കണക്ടറിന് വരുന്ന ഒരു വയർ ഇവിടേക്ക് കൊടുത്ത് ഒരു പോസിറ്റീവ് വയർ നമ്മൾ ഈ ഹോൾസിലേക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു കണക്ടറും വേണം, 2 കണക്ടർ മൊത്തം വേണം. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ പോസിറ്റീവ് വന്നായി അതൊന്ന് വരുമ്പോൾ അപ്പുറത്ത് ഈ ഭാഗത്ത് നെഗറ്റീവ് വയറും കൂടി ഒന്ന് ടൈറ്റാക്കി എടുക്കാം. ഒന്നുകൂടി ടൈറ്റ് ആക്കാം. ഇപ്പം ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു വയർ നെഗറ്റീവ് ഇവിടെ കൊടുത്ത് അപ്പം ഇനി നമ്മളെ ഇതിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഈ ഹോൾസിലേക്ക് നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് വയറാണ് എടുക്കുന്നത്. ഈ ഹോൾസിലേക്ക് ഇട്ട് അതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത് കണ്ടില്ലേ ഇവിടെ, ഇതിന്ന് നമ്മൾ ഒരു വയറും കൂടി കൊടുക്കാം. അതിന് ഒരു പോസിറ്റീവും കൊടുക്കാം. സിമ്പിൾ പരിപാടിയാണ്. ഈ കണക്ടറിൻ്റെ ലൈൻ അവിടെ നീളം വരില്ല. അപ്പോൾ ആണ് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഇതുകൂടെ വെച്ചിട്ട് അപ്പോൾ ഈ കണക്ടറിൻ്റെ ലെഗിന് നീളമില്ലാത്തത് കൊണ്ടാണ്, വയറിന് നീളമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു വയറും കൂടി കൂട്ടി പിടിക്കേണ്ടി വന്നത്. അപ്പോൾ താഴത്തേക്ക് എത്തണമല്ലോ, വണ്ടി ഓടുമ്പോൾ RC റിമോട്ട് മുകളിൽ പിടിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മുടെ നെഗറ്റീവ് വയറിന് കൊടുക്കുകയാണ്. സ്കിപ്പ് ചെയ്തിട്ട് ഈ നെഗറ്റീവ് വയറുമൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. നെഗറ്റീവോ പോസിറ്റീവോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ നമ്മളിപ്പം ഇതിൽ വരുന്ന പോസിറ്റീവ്, അതായത് കണക്ടറായിട്ട് വരുന്ന ആ പോസിറ്റീവ് വയർ നമ്മളെ ഈ നെഗറ്റീവായിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ അപ്പോൾ ഇത് പോസിറ്റീവുമൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത്. ഓപ്പോസിറ്റായി കൊടുക്കുക. കൺസെപ്റ്റ് ഇവിടെ ഷോൾഡർ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കണക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന പോസിറ്റീവ് നെഗറ്റീവും ഇവിടെ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ പോകുന്നുണ്ട്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ബാറ്ററി കണക്ട് ചെയ്യാം. അതിനുശേഷം സ്വിച്ച് ഒന്ന് ഓണാക്കാം. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ റിവേഴ്സുള്ള കൂടി സെറ്റാക്കാം. എങ്ങനെ നോക്കാം. അപ്പോൾ ഇനി അടുത്തതിന് കണക്ഷൻ വരുമ്പോൾ അവിടെ ഈ ഇവിടുന്ന് നമ്മൾ നേരത്തെ കൊടുത്ത ഫ്രണ്ടിലോട്ട് പോകണേ അതിന് നമ്മൾ ഈ കണക്ടറിന് നെഗറ്റീവ് ആയിരുന്നു ഈ സൈഡ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ സൈഡ് നമ്മളിവിടെ പോസിറ്റീവാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു 2 വയർ എടുക്കാം. അതിന് ശേഷം എന്നിട്ട് ഇതിലേക്കൊരു വയർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നല്ലോണം തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു വയറും കൂടി വരുന്നില്ലേ, ഇത് നമ്മൾ സ്വിച്ചിലേക്കും കൊടുക്കുക. മോട്ടോർ കൺട്രോളിലാണ്.
നമ്മൾ സ്കിപ്പ് ചെയ്ത് ഹോൾസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റായി. എന്നിട്ട് ഈ പോണ 2 വയർ അതെങ്ങനെ വരിക എന്നാൽ ഇതിന്ന് വരുന്ന നെഗറ്റീവ് വയറായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്ന് വരുന്ന പോസിറ്റീവ് വയർ നമ്മളെ ഇതിന്ന് വരുന്ന നെഗറ്റീവ് വയറിൻ്റെ സ്ഥലത്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് ഇടുമ്പോൾ ഇതും പോവും, ബാക്ക് ഇടുമ്പോൾ ഇതും വരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ട്രിക്ക്. സിമ്പിളാണ്. നമുക്ക് നാടെ ഷോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വർക്കുകളൊക്കെ കഴിയാനായിട്ട് നമ്മളെ കാണിക്കാനായിട്ട് ഒരു ബാറ്ററി ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ കൊടുത്തു കൊടുക്കാം. നമുക്ക് ഈ കാറൊന്ന് ഓണാക്കി നോക്കാം. ബേക്കിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. എന്നിട്ട് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. ഫ്രണ്ടോട്ട് പോകും. അപ്പോൾ ഇതിടുമ്പോൾ ബാക്കോട്ടും പോകും, ഇതിടുമ്പോൾ ഫ്രണ്ടോട്ടും പോകും. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ സ്വിച്ച് ഓണാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിട്ട് ഫ്രണ്ടോട്ടും ഇതിട്ട് ബാക്കോട്ടും പോകും. അപ്പോൾ നമുക്ക് ഇനി വേറെ കുറച്ച് പരിപാടി ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ കണ്ടില്ലേ, ഈ കണക്റ്റർ 2 എണ്ണം വരുന്നത് ഇവിടെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇതിനോട് പൊട്ടിച്ചിങ്ങനെ പ്ലസ്റ്റിക്കനാണ് ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചത്. അതിന് ശേഷം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പ്ലസ്റ്റിക് ഇട്ട് ഒട്ടിച്ച് ഇത് ഗ്യാപ്പിലെയല്ലോ. അപ്പം വെറുതെ കൺഫ്യൂഷനും വേണ്ട, ഇതാണ് ഒരു കാണാനും ഒരു ഭംഗി. അങ്ങനെ കണ്ടില്ല, സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ഒന്നിങ്ങനെ അമർത്തി എന്തെങ്കിലും ഇൻസുലേഷൻ എന്തോ ചെയ്തെടുക്കണം. ഇത് 2 കൂടി ഒപ്പരം ഇൻസുലേഷൻ അല്ലെ ഒന്നൊരു ഒട്ടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു കാണാൻ ഒരു രസം ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ല, ഇത് 2 കൂടി നമ്മൾ ഇത് ഇൻസുലേഷൻ ചെയ്യാനാട്ടി ഒരു ഭംഗിയും വൃത്തി ഇതാ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി 2 റീചാർജർ ബാറ്ററി ഉണ്ട്. 325 mAh 2 9V റീചാർജർ ബാറ്ററിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പവർ ഉണ്ടാവും. സ്വിച്ച് ഓണായിരുന്നു, ഓഫാക്കട്ടെ. ഇത് 2 നമ്മൾ ഇവിടെ നൈസായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ സൈഡിലും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി വണ്ടി ഒന്ന് ഓടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇനി റിവേഴ്സ്. ഓക്കെ, ഓക്കെ സെറ്റാണ്. ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി താഴത്തേക്ക് ഇറക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കാറിൻ്റെ മുമ്പിൽ ഒരു ക്യാമറയും കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു SJ ക്യാമറയാണ്. നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ട് ഒരു വൈഡ് ആംഗിൾ ക്യാമറ ആകുമ്പോൾ ഇവിടെ വരെ കിട്ടിക്കോളും, നല്ല വൈഡായിട്ട് കിട്ടും. നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ചെറിയൊരു മോഡിഫൈ മാതിരി ചെയ്തത് ഒരു 4 സീറ്റ് മാതിരി ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് അപ്പോൾ നടുവ് ഒരു കുട്ടനൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് നമ്മളെ ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്. അപ്പം ക്യാമറ നമുക്ക് റെക്കോർഡാക്കാം. ഇതിലുള്ള വിഷ്വൽ നമുക്ക് നോക്കാം. ഓക്കെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് പൊടി കഴിഞ്ഞില്ല. ആ പീസൊക്കെ അവിടെ പിടിച്ച് വെക്കാം.
അപ്പോൾ കുറച്ച് നേരമായിട്ട് റിവേഴ്സ് പോകാത്ത നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 2 ബാറ്ററിയും കൂടിയും ഫ്രണ്ട് കൊടുത്താണ് നമ്മൾ കാറിന് ഇത്ര പവർ കിട്ടിയത്. അപ്പോൾ റിവേഴ്സ് നമ്മൾ ഊരിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വലിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഈ 4 കട്ടിയായിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ വലിക്കുന്നതുകൊണ്ടൊന്നും സീനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നല്ലോണം ഇങ്ങനെ പ്ലസ് സ്റ്റിക്കറോട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് കൊടുക്കുകയാണ് വലിയ. അപ്പോൾ ഇങ്ങനെ ഇടതിലേക്കും അതുപോലെ വലതിക്ക് തിരിയാനും ഈ സൈഡിലേക്ക് ഇങ്ങനെ വളി തെറ്റുകയാണ് കാണിച്ചു തന്നു. അതുപോലെ അപ്പോൾ പിന്നെ മറ്റേ മോട്ടറുകൾ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ചെരിച്ച് കൊടുത്താൽ മതി. ടൈമിൽ ഇങ്ങനെ ചെരിക്കുക. അതുപോലെ അപ്പുറത്തേക്ക് വേണം തിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പം കാർ ഓട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും റിവേഴ്സും അഞ്ഞ് നമ്മൾ ഫ്രണ്ടും റിവേഴ്സും പോണേ കാണിച്ചു തരാം. കുറച്ചൊരു പവർ കുറവുണ്ടാവും. ഇപ്പോൾ ബാറ്ററി ഡെഡ് ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് ബാറ്ററി അപ്പുറത്തേക്ക് മാറ്റിയിടും. ഇപ്പോൾ വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് തന്നെ മെയ്ഡ് ചെയ്തെടുക്കാവുന്ന ഒരു RC കാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, അതിന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ ആയ വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.